ഇന്ന് നമ്മുടെ ഇവിടെ പൂരാണ് കേട്ടോ. താലപ്പൊലി കാട്ടേരി അയ്യപ്പൻകാവിലെ. ഇവിടെയല്ല, ഇവിടെ 5 കിലോമീറ്റർ അപ്പുറം. പക്ഷെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ പോവും. തൊഴുകാൻ പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇന്നൊരു 28 ഉണ്ട് കേട്ടോ. 28 കെട്ടാൻ. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? നൂലുകെട്ട് അല്ലേട്ടാ? നൂലുകെട്ട് ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവില്ല അല്ലമ്മ. നമ്മുടെ അവിടെ 28 എല്ലായിടത്തും 28 ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ. പാല് കോഴിക്കോട് ഭാഗത്ത് വേറെ എന്തോ പരിപാടിയല്ലേ, പാല് കൊടുക്കുക. പിന്നെന്താ രമേശ് ചേട്ടന്റെ കുട്ടിയുടെ അതിന് പോയപ്പോ പാല് കൊടുക്കുകയായിരുന്നില്ലേ ചെയ്തിരുന്ന എല്ലാവരും. നൂലുകെട്ടും ഉണ്ട്, പിന്നെ പാല് കൊടുക്കുക. 28 നൂല് കെട്ടുന്ന പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുട്ടിക്ക് വെറുതെ പാല് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഉണ്ടാവും, ഓരോ ഭാഗത്തും ഓരോ ചടങ്ങുകൾ. അപ്പോൾ എന്താ ഇവിടുന്ന് കാണുമ്പോ ഒരു നിറം ചുമരിൻ്റെ ഒക്കെ സന്തോഷമായി ഗുബിയട്ടാലേ. എത്ര ദിവസം ഉണ്ടാണോ സന്തോഷം? എല്ലാ ദിവസം വരെ നിൽക്കട്ടെ. കുഞ്ഞിന്നില്ല തോട്ടപ്പെടുത്തിട്ട് മുറ്റത്ത് കൂടെ ഒന്ന് തുടച്ചിട്ട് ഒരു വീശാനും കൂടെ നിന്നു. കുഞ്ഞാ ഞാനപ്പോൾ തൊള്ളയിട്ടപ്പോൾ വേഗം അതവിടെ വെച്ചിട്ട് പോന്നു. ഇനി എന്താ കള്ളിത്തലേ എടുത്തമ്മടോടെ ഉണ്ട്, പോയി കൊണ്ടുവന്നോളാന്. കള്ളിത്തലേ എവിടെ കെട്ടാനാ? വീട്ടില്. ഇവിടെ കെട്ടാനാ? അവിടെ കെട്ടാനാ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടോ? നമ്മുടെ ഇവിടെ പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രൂപം, ഇല്ലെങ്കിൽ കരിങ്കണ്ണ നോക്ക്, ഇല്ല പറഞ്ഞ വെച്ചാൽ കള്ളിത്തല എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടാ. അപ്പോൾ വീട്ടിലത്തെ അമ്മ ഇന്നലെ മലയ്ക്ക് പോയി. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരുള്ളൂ. 45 സ്വാമിമാരുണ്ടായിരുന്നു കേട്ടോ. എന്താ ഏട്ടൻ്റെ കുട്ടിയും ഒക്കെ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ അതിന് 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒന്ന് വരുള്ളൂ ചേട്ടാ. ഈ വലിയ നോട്ട് എന്തിനാ? എന്താ അമ്മോ തണുത്തിട്ടോ? മാറിയിരിക്കുക അവിടുന്ന്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ തണുക്കട്ടെ. പിന്നെ ഇത് ഏത് കൂടെങ്കിലും തണുപ്പുമ്പോ ഇങ്ങനെ ഇരുന്നാലോ അമ്മ? ഓ ഇതിന്റെ കുട്ടി നേരത്തെ ചുന്ദരനായി വന്നിട്ടുണ്ടല്ലോ. എന്താ അനിയ നേരത്തെ നീപ്പിച്ച് പല്ലി വെച്ച് കുളിപ്പിച്ചു കൊടുത്തിട്ടോ. ചുന്ദരി കുട്ടിയായിട്ട് എന്റെ കുട്ടിട്ടോ. അവിടെ അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പോയ്യ ഇന്ന് പൂരത്തിന് പോവല്ലേ? ആ ഇന്ന് താല്പര്യക്ക് പോണ്ട. ഞാൻ പോണില്ല. ഈ തണുപ്പത്ത് എങ്ങനെ പോണ്? രാത്രി ഭയങ്കര തണുപ്പാ, പകല് കുഴപ്പമില്ല. രാത്രി ഭയങ്കര തണുപ്പാണേ. പ്രിയേ എവിടെ പണി? തണുപ്പത്ത് എങ്ങനെ താല്പര്യം കാണാൻ പോവാ? കനാല് വെള്ളം ഉണ്ടാവില്ല, കുഴപ്പമില്ലല്ലോ. പൂരത്തിനെ ഇന്ന് താലപ്പൊലിയല്ലേ, ഈ പോണ്ടോ? എന്താ കുഞ്ഞുണ്ണി ചിരിക്കണ്? ഒന്നല്ലെങ്കിൽ നിക്ക് അല്ലെങ്കിൽ ഇരിക്കേ. ആര് പണ്ടേന്നോ കയ്യും വീശിട്ട് വരികയാണ്. എന്താ പറഞ്ഞ? അപ്പോഴോ അതെങ്ങനെ ശരിയാവും പറഞ്ഞ? അപ്പൊ വരില്ലാന്നോ? ഏയ് വലിച്ചു കേറ്റങ്ങട്. വലിച്ചു കേറ്റുണ്ടാവന്. അതാണ് ഞാൻ പോയിട്ട് എല്ലാവർക്കും വേണ്ടി തോന്നാ മതിയോ? വേണ്ട, അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഇവിടെ സ്വീകരിക്കുന്നതല്ല. വേണ്ട അങ്ങനെ നൈസിലടിക്കാൻ നിൽക്കണം. നിങ്ങളൊക്കെ കുളിച്ച് പുറപ്പെടും. കുളിക്കാനും വയ്യ, മടിച്ചു ഇരിക്കുന്നത്. ഞാൻ പോയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം.
അത് പറ്റില്ല. എല്ലാവരും വന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാലും ശരിയാവും. അങ്ങനെ സൂത്രപ്പണികളൊന്നും ചെയ്തിക്കണ്ട കേട്ടാ. ആ ഇത് എന്താ കുഞ്ഞുണ്ണി നീ കാണിക്കുന്നത്? അതഴിക്ക് കുട്ടി, അത് ഊരിക്കോ. ലീവപ്പോ അത് ഊരി കൊടുക്ക്. സുകന്യേ സുകന്യേ എന്താ ഈ വേഗം കുളിച്ചിട്ട് മെല്ലെ പുറപ്പെട്ടോ. നിന്റെ കെട്ടിയതിന് പണിയില്ല അത്രേ. കുളിച്ചിട്ട് മെല്ലെ പുറപ്പെട്ടോ. എന്താ മെല്ലെ പുറപ്പെടുന്നത്? 10-11 മണിക്ക് പോയാലും കുഴപ്പമില്ലല്ലോ. അതാ പറഞ്ഞത്. ഞാനൊന്ന് വിചാരിച്ചു കേട്ടോ, ഇനി ഇവിടെ പൂരം വേല തുടങ്ങി കഴിഞ്ഞു വെച്ചാലേ അധികം ആൾക്കാർ ലീവായിരിക്കും. കാരണം പൂരം വേല ആരും ഒഴിവാക്കില്ല, അനിയേട്ടൻ മാത്രമേ ഒഴിവാക്കുള്ളൂ. കാരണം അനിയേട്ടന് പൂരമൊന്നും വേണ്ട. ഇതെന്ത് ഇന്നലെ പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങിയിട്ടില്ല? ഏതാണ്ടോ തൊടുന്നോടത്ത് കൂടെ വാതിലുള്ള ഉണങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ. വാതിലുള്ള ഉണങ്ങിയിട്ടുണ്ടാവില്ല. അതിനെ പറയുന്നത് വാതിൽ ഉണങ്ങിയിട്ടില്ലേ, ചൂടല്ലല്ലോ, അതുകൊണ്ട് ഉണങ്ങാനുള്ള സാധ്യതയില്ല. നോക്കി പിടിച്ചോളൂ. മതില് പൊളിച്ചു പണിയേണ്ടി വരുമോ? മതിലൊക്കെ വലിച്ചു കെട്ടേണ്ടി വരും കേട്ടോ. അത് തുണിയൊന്ന് വലിച്ചു കെട്ടാൻ പറഞ്ഞാൽ മതി. സുന്യേ, തുണിയൊന്ന് വലിച്ചു കെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ 28-ന് കൂട്ടോ കേട്ടോ. ഞങ്ങൾ 28-ന് വന്ന്. ആര് പൊളിച്ചു കെട്ടണത്? സതിയേട്ടനല്ലേ? സുന്യേ, ഈ സതിയേട്ടനല്ലേ പൊളിച്ച് കെട്ടണത്? കാണാം നമുക്ക്. വൈകുന്നേരം വരുമ്പോ താജ്മഹൽ ആക്കി കേട്ടോ. ഇതൊക്കെ കവറൊക്കെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞോ. കവറുമ്പക്കിന് വേറെ കെട്ട ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട്. ഏടൻ്റെ അടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. സുന്യേ, ഈ കവറൊക്കെ അഴിച്ചു കളഞ്ഞോളാൻ പറഞ്ഞോ. അതൊക്കെ ഇനി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കെട്ട. അല്ലെങ്കിലുള്ള കരി ഫുള്ള് ഉള്ളിൽ കയറിയിട്ട് ആദ്യം കറുത്തിട്ട് പിന്നെ ആദ്യം പെയിന്റ് അടിക്കേണ്ടി വരും. എന്താ എൻ്റെ തലയിൽ എന്താ കുഞ്ഞുണ്ണി നീ കാണിക്കുന്ന? ഈ ജാതി പണികളൊക്കെ നീ ഒപ്പിച്ചാലോ? മുളക് വറുത്ത പുളി ഉണ്ടാക്കി, കൂക്കപ്പേരി ഉണ്ടാക്കി, പണിക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ട്. പക്ഷെ രണ്ടും എന്താ ഇങ്ങനെ പണി ഉണ്ടാക്കാൻ പറ്റിയില്ല. ചുക്കുവെള്ളി തിളക്കട്ടെ വിചാരിച്ചുട്ടോ. ഇവിടെ ഈ പച്ചനെറ്റിലേട്ടാ, പച്ചനെറ്റ് ഇവിടെ നിന്ന് അഴിച്ചിട്ടേ മൊത്തം അഴിച്ചിട്ട് അവിടെ ഒരു കമ്പ് വെക്കുക. എന്തായാലും ഇപ്പൊ അത് ഏട്ടൻ്റെ ഇവിടെ കമ്പ് വെക്കുക. ഇവിടുന്ന് കമ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട്. സുകന്യ കേട്ടിട്ട് എന്താ കാര്യം? എന്താ പറ്റില്ലേ? ഞാൻ അതൊക്കെ കൂടി എന്താ ചെയ്യണ്ട്? സുകന്യെ അവളെ കൊണ്ട് സതിയേട്ടന് വേറെ എവിടേക്കെങ്കിലും പോകേണ്ടി വരില്ലേ? എവിടേക്ക് പോകേണ്ടി വരുന്നത്? പൂരത്തിന് പോകണ്ടല്ലോ, അല്ലാണ്ട് വേറെ എവിടേക്ക് പോണ്? ഇതില്ലേ പോകേണ്ടി വരില്ല ഏട്ടാ. ഇതിങ്ങനെ വലിച്ചിട്ടേ. അങ്ങനെയൊക്കെ വലിച്ചിട്ടൊക്കെ ഞാൻ പണ്ട് കെട്ടിയിരുന്നു. അതുപോലെ കെട്ടിയാൽ മതി. വലിച്ചിങ്ങനെ നിന്നാ ഏട്ട സുകന്യെ. മൊത്തം അഴിക്കണം. അഴിച്ചിട്ട് വലിച്ചു കെട്ടിയാൽ മതി. ആ അതിക്ക് അങ്ങോട്ട് വലിച്ചു കെട്ടിയാൽ മതി. മൊത്തം അഴിച്ചിട്ട് ഇത് മൊത്തം അഴിക്കുക. എന്നിട്ട് മൊത്തം കളഞ്ഞിട്ടില്ല ഇവിടെ വൃത്തിയാക്കി ഇടുക. വേറൊന്നും ചെയ്യണ്ട. അതായത് ഇത് രണ്ടും സൂചിയും കൊണ്ട് ഇങ്ങനെ തുന്നുക. സോന്യ തീർക്കുമ്പോൾ ഇല്ലെങ്കിൽ സോന്യ കെട്ടുന്നടുത്ത് പൈസ കൊടുത്തിട്ട് നല്ല പച്ചനെറ്റ് വാങ്ങാൻ പറയാ. ഇന്ന് പോയി പറഞ്ഞു. ഇന്നിപ്പോ ചോറും പിടച്ചിട്ടല്ലേ പറഞ്ഞു. ചോറും പിടച്ചിട്ടല്ലേ പറഞ്ഞു. അതിനെന്ത് പണിയില്ലാന്ന്. പിന്നെ എന്താ പണി? എന്താണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ പണിയാത്തതിന്റെ ദേവി? എന്താ ചേട്ടാ മടി? എന്റെ പന്തൽ പൊളിക്കാണ്. എന്നെ പന്തൽ പൊളിക്കാൻ നിൽക്കപ്പോ അമ്മ ആ ചുക്കുവെള്ളം നേരെ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിന് സൈഡിൽ കൂടെ ഗ്യാപ്പ് ഉണ്ട്. അത് കൗത്തി വെക്കത്. കൗത്തി വെച്ചാൽ എനിക്കൊരു കാര്യമില്ലേ, തുണി കൊണ്ട് ഇതിൽ പിടിച്ച കൗത്തി വെക്കത് ഒരു കാര്യേ. നമ്മള് അങ്ങനത്തെ എന്താ തോന്നുന്നു? സോന്യെ പന്തലഴിക്കട്ടോ. കല്യാണം കഴിഞ്ഞു, 3 മക്കളായി അല്ലേ?
എൻ്റെ അമ്മേ കരി നോക്ക് മാറിക്കാ മുട്ടി അവിടുന്നേ മാറിന്നോ ആ കഞ്ഞിവെള്ളം അവിടെ നിന്ന് മാറ്റി കഞ്ഞിവെള്ളം സൂനെ ഞാൻ എത്ര ബുദ്ധിമുട്ടി കെട്ടിണ്ടാക്കിയതാ. ആഹാ അതിൽ ഏട്ട ബുദ്ധിമുട്ടുമ്പോൾ ഞാനും വന്ന് കൂടിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ അങ്ങനെ നമ്മൾ ഇനി ഇത് അതാ ഇപ്പൊ അങ്ങനെ പിടിച്ചിരുന്നോളൂ കേട്ടോ. ഇപ്പൊ ഇഷ്ടംപോലെ കത്തിക്ക ചപ്പായില്ലേ ഇപ്പൊ. രണ്ടാമത് അടിക്കാൻ ഇപ്പൊ എന്താ രണ്ടാമത് അടിക്കപ്പോ മേമക്ക് എന്താ പണി? മേമ വെറുതെ അടിച്ചോട്ടെ, അടിക്ക് കോരിട്ട് അവിടെ നിന്നോട്ടെ. എന്താ പൊന്നൂസിന് കളിക്കാനുള്ളതല്ലേ ഇത്? സത്യം അറിയാച്ചല്ലേ ഈ സംഭവം ഇത് സൂര്യ പിടിച്ചോ അല്ലേ? ഈ സംഭവം ഒരുപാട് നല്ല ഓർമ്മകളും അല്ലേ, ഒരുപാട്. കാരണം എന്താ വെച്ചാ കുറച്ചൊന്നല്ല നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ മഴക്കാലം കഴിഞ്ഞല്ലോ ഏറെക്കുറെയൊക്കെ. എങ്ങനെയൊക്കെ കെട്ടിയിട്ട് നിർത്തിയിരുന്നല്ലേ അത്. അതന്നെ അനിയേട്ടൻ എത്ര കെട്ടാ അതിൽ കെട്ടിയിരിക്കുന്നത്. വയറ് മുറിക്കണ്ട കേട്ടോ, വയറ് മുറിച്ചാൽ മതി. അതല്ല ഇതേ അങ്ങനെയല്ല അറിയണേട്ടാ. ഇതിന്റെ കരിന്റെ കൈ കാണിച്ചു തരാട്ടാണ്. ഇത് പിന്നെ എത്ര മാറിക്കോ കൈ. ഇതേ എത്ര പ്രാവശ്യം ഷീറ്റ് വാങ്ങിയിട്ട് ഏട്ടൻ കെട്ടി പറഞ്ഞിട്ടാ അല്ലേ? ഓരോ കളർ ഷീറ്റുകൾ വാങ്ങുക. ആ ഷീറ്റുകൾ കുറച്ച് കഴിയുമ്പോ ഷീറ്റ് ദ്രവിച്ചെടുക്കണല്ലേ. അതല്ല അയ്യോ ട്യൂബ് ലൈറ്റിന്റെ കളർ നോക്ക്. ട്യൂബ് ലൈറ്റ് നല്ല നന്നായിട്ട് സോപ്പിട്ട് തിരുമ്പണം. ട്യൂബ് ലൈറ്റ് അല്ലേ? ട്യൂബ് ലൈറ്റിന് നോക്കി നോക്ക്. ഇത് ഇതല്ലോ കറവത്താണല്ലോ. കാവത്ത് വള്ളി മുറിക്കണ്ട കേട്ടോ അവിടെ നോട്ടെ. കാവത്ത് വള്ളിന്ന് മുറിക്കണ്ട അവിടെ നോട്ടെ. ഇത്ര പെട്ടെന്ന് ഇത് അതും കൂടി മുറിച്ചിട്ടാ ഒക്കെ മുറിക്കന്നെ. ഇന്നലെ ഇവിടുത്തെ മൊത്തത്തില് രൂപം തന്നെ മാറി. സുഖന്യ ഇവിടെ നോക്കിയാ വീടെ മാറിപ്പോയി. പോ കണ്ണിന്റെ മുമ്പിൽ വന്ന്, കണ്ണിന്റെ അല്ല കയ്യിന്റെ മുമ്പിൽ വന്ന് നിൽക്കരുതേ, പേടിയാണ് എനിക്ക്. അതൊക്കെ ദ്രവിച്ചേർന്നു അപ്പുറത്ത് വലിക്കേണ്ടി വരും. അങ്ങനെ വലിക്കേണ്ടി വരും. ഇതും കൂടി ഇനി ഒക്കെ ഓരോ ഭാഗം ആദ്യം കെട്ടേണ്ടി വരും. ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് കെട്ടാ, എല്ലാം കൂടെ നിൽക്കാൻ പറ്റില്ല. ചൂടിട്ടിട്ടല്ലേ 10 മണി കഴിഞ്ഞാലേ. ഇനി അതിനെ പറയുന്നത് ഇത് ഫുൾ പുക ഉള്ളിക്ക് പോവാണ് കേട്ടോ. നേരത്തെ എന്താ ചെയ്യാൻ എന്താ നേരെ പുക ഉള്ളിൽ കയറി. സംഭവം അതാണ്, ആ അടുപ്പ് കത്തിക്കണ്ടല്ലേ, ഈ അടുപ്പിൽ കത്തിക്കണ പുക മുഴുവൻ അപ്പുറത്തേക്ക് പോയിട്ടാണ്. അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കവർ കെട്ടാം. ഇവിടേക്ക് മാത്രമേ കവർ കെട്ടാം. മാറുവനെ അതാ കുഞ്ഞുണ്ണി മണ്ട പാടോ ബാഹുബലി. എത്ര എവിടത്തെ ഏട്ടൻ കെട്ടിയിരിക്കണ നോക്കിട്ടാ. അങ്ങനെയൊക്കെ ഒതുക്കി കെട്ടിയിട്ട് അത് നിർത്തിയിരണേ, അല്ലാണ്ട് ഒരു 1-2 കെട്ടിലൊന്നും നിൽക്കില്ല അത്. ആദ്യം നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പുറത്തടുപ്പ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെ ആക്കി. സത്യം പറയാച്ചാൽ മനസ്സിൽ ഒരു എന്താണ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. നമ്മൾ ഓരോന്നില്ലേട്ടാ അല്ലേ, ഓരോന്ന് ഇതാണ്. നമ്മൾ എത്ര സ്നേഹിച്ചാലും എത്ര ഇതായാലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം കളയേണ്ടി വരും പറയില്ലേ.
അത് പ്ലാസ്റ്റിക് കവർ സ്റ്റേജിട്ട് കാര്യമില്ല. പ്ലാസ്റ്റിക് കവറല്ല എല്ലാതും അല്ല പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി വേറെ കെട്ടുക. അപ്പോഴും മുട്ട ബിസ്ക്കറ്റ് വാങ്ങിയില്ലേ? ആ ഇതിന്റെ ഉള്ളിലുള്ള വയറുകളാണെങ്കിലോ ചില്ല ചേട്ടൻ മാറ്റി പിടിക്കണില്ലേ? ആര് അതോ എൻ്റെ എന്താ അവിടെ റൂമിലില്ലേ വലിയച്ഛൻ്റെ പൊന്നോ വലിയച്ഛൻ്റെ നീ ബുക്ക് ബാഗിലിട്ടപ്പോ ഇനിയിപ്പോ അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് പറയണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ അടിപൊളി. പഞ്ചായത്തിലല്ലേ? ഇവിടെ ഹരിതകർമ്മസേനക്കാർ മാസം മാസം വരുന്നുണ്ട് കേട്ടോ. തുണികൾ നമ്മുടെ പഴയ തുണികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരത് വർഷത്തിലാണ് ഇവിടെ എടുക്കലുള്ളൂ, അല്ലാതെ മാസം മാസം നമ്മൾ കൊടുക്കാറില്ല. അതാണ് ഞാൻ നല്ല വീഡിയോയിലൊക്കെ കത്തിക്കാനായിട്ട് പറ്റും. ഇതൊന്നും കത്തിക്കാൻ പാടില്ലേ, പ്ലാസ്റ്റിക് കവറില്ലേ, ഇതൊക്കെ അവർ കൊടുക്കാം. ഒക്കെ ഒഴിവാക്കി. ഇതൊന്നും പിന്നെ ചളി ഇപ്പൊ നല്ല വെളിച്ചല്ലേ, വൃത്തിയായില്ലേ? അതന്നെ പറയണേ. ഇനി വേറെ കവറ് എടുക്കണം, അത് ഫംഗ്ഷൻ കഴിയട്ടെ, അതുവരെ ഇങ്ങനെ കിടക്കട്ടെ വിചാരിച്ചു. ചാണകമൊക്കെയാണ് തേച്ച് അത് ഇടാലോ. ഇവിടെയും കൂടി ഒന്ന് ലെവലാക്കണം. അതിനാ പറയുന്നതേ, ഇതഴിക്കുമ്പോഴേ മനസ്സിന് ഭയങ്കര ഒരു വിഷമം എനിക്ക്. കാരണം നമ്മൾ ഈ അടുപ്പുണ്ടാക്കി പുറത്തടുപ്പുണ്ടാക്കി കഴിഞ്ഞ് അതിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എത്ര പേരെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അല്ലേ? അപ്പോൾ ഇത് അങ്ങനെ എന്താണെന്നറിയില്ല, ഉള്ളിലൊരു കുത്തല്. ഇനി എന്ത് ചെയ്യാം? എവിടെ ഇടുക? ചാക്കിലിടണമെങ്കിൽ ആദ്യം പ്ലാസ്റ്റിക് ഇത് ശരിയാക്കണം. അതാണ്ടോ തൽക്കാലം അവിടെ വെച്ച് നേരെ മടക്കിയിട്ട് അതിലിട്ടാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് 28 കഴിഞ്ഞിട്ട് വന്നിട്ട് മടക്കാം. 28 ഇല്ലേ അവിടെ? ബാലകൃഷ്ണ മാമയുടെ അവിടുത്തെ കുഞ്ഞു പറയുന്നിട്ടില്ല. ഇത്രയും ഇതിന്റെ മുകളിൽ സാരി കൊണ്ട് കെട്ടാന്ന് ആലോചിക്കുന്നതുകൊണ്ട് സുകന്യ അറിയാം. പക്ഷേ സുകന്യതാ ബസ്. ഒമ്പത് മണിക്ക് കറണ്ട് പോത്ര. 9 മണിക്ക് കറണ്ട് പോകും. ഇത് ഈ ചപ്പ് ഇവിടെ കത്തിക്കാലോ വിചാരിച്ചിട്ടേ. ലാപ്പറ്റ സ്കൂൾ ബസ്സാണതേ. ഞാൻ വിചാരിച്ച് ഏട്ടൻ പറയണേ 28-നുള്ള വണ്ടിയാണ് തോന്നുന്നു. 28-ന് വണ്ടി എന്തിനാ ഇപ്പൊ തന്നെ വരുന്നില്ലേ? 10 മണിക്കല്ലേ? ഇവിടെ ഇട്ട് കത്തിക്കാലോ. അമ്പലത്തേക്ക് പോകണില്ലടാ വിനോദേ? ഇന്നലെ നിന്നെ കാണിച്ചപ്പോഴേക്ക് എൻ്റെ കമൻറ്റ് വന്ന് കണ്ടോ ഈ വിനോദല്ലെങ്കിലും നല്ല പണിക്കാരനാണ്. എടാ ഈ കമന്റ് ഒന്ന് നോക്കടാ വിനോദേ. അതിലൊരു രണ്ടഭിപ്രായം നമുക്കും ഇല്ലല്ലോ. അന്നുണ്ടോ 28-നില്ലേ? ആ ഇന്ന് വരുമോ സ്നേഹ? ആ എന്താ അത് എടാ വൃത്തിയായപ്പോ എന്തൊരു മാറ്റല്ലേ ആ കറുത്ത കവറുകൊണ്ട് പോയപ്പോ. എവിടെ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എണീറ്റ് വരുന്ന വരെ വേണ്ടില്ലേ? എണീറ്റ് വരുന്ന വരെ വേണ്ടില്ലേ വന്നാരി? ഇവിടെ വരെ കെട്ടി. ഇനി ഇവിടെ ഒരു കമ്പ് വെച്ചാലാണ് കുത്തി നാട്ടിട്ട് വേണേ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്നും പറ്റില്ല. അത് നല്ല പണിയുണ്ട്. സുകന്യ അവിടെ പോയി അവിടെ ഉണ്ടല്ലേ? ടീച്ചർ അതാ പോണു. ടീച്ചർ പോട്ടെ, തിരക്കിലാടി. നീ എന്നിട്ടില്ലേ
ഇതിൻ്റെ മുകളിലത്തെ ആ ചപ്പൊന്ന് അടിച്ച് കളയണേ. അതെങ്ങനെ കളയണോ പോലെ മുകളിൽ കയറണ്ടേ. ഓ നേരെ കയറിട്ടാ ആ ചൂല് കെട്ടിയാൽ മതി ഇതില്ലേ തോട്ടിയില്ലേ. ഇങ്ങനെയും കൂടി ഇവിടെ കെട്ടി എങ്ങനെ ഇങ്ങനെയൊക്കെ നിർത്തപ്പത് ഇതല്ലേ ഇവിടെ ഒരു കോല്. അവിടെ കോലൊന്നും കുത്തി നട്ടാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ കരിങ്കല്ല് കെട്ടല്ലേ. ഇതവിടെ മണ്ണുണ്ടേ. മണ്ണുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോഴേ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കും ഇപ്പോൾ വൃത്തിയായത്. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് മണ്ണ് ഇട്ടിട്ട് നിരപ്പാക്കണം. ഒരു കാവത്ത് കിട്ടിയിരിക്കണ കണ്ടോ, കാവത്ത് പറിച്ചാലോ. പറിക്കാനുള്ളതായിടി പറക്കണ്ട നോക്ക്. കംപ്ലീറ്റ് അതിന്റെ വള്ളിയാണേ കാവത്തിന്റെ അല്ലേ. ഇതാ കണ്ടോ കണ്ടായിരുന്നില്ലേ. ഇത് കുഞ്ഞിന്റെ ചെരുപ്പല്ലേ ഇത്. ഒരു ദിവസം കൂട്ടാൻ വെക്കാനുണ്ട്. അതിന് ഇതിപ്പോ 2 കിലോ ഉണ്ടാവും. പക്ഷെ എന്താ ഭാഗ്യത്തിനൊക്കെ പുറത്തു കൂടെ വല്ലാണ്ട് കുത്തിപ്പൊളിക്കല്ലേ. ചേമ്പുണ്ടായി. ചേമ്പ് ഇതേപോലെ വെച്ചിട്ടാണ്ടോ. ഓ അടി വരണ്ടല്ലേ. ഇതാ കണ്ടമ്മ, ഇത് 2 കിലോ ഉണ്ടാവേ. ഇതാണ്ടോ. എന്തായാലും ഒരു ദിവസം പുഴുങ്ങാൻ വേണ്ടിട്ട് എടുക്കണം. കൊറേ ഇല്ലേ കാവത്ത് പോത്തിന്റെ കുറവേ. നിങ്ങൾ ആവശ്യമില്ലാണ്ട് വിശന്നിരിക്കുമ്പോ ഓരോന്ന് പറയാൻ നിൽക്കണം നിങ്ങൾ. എന്താ ഇനി ഇവിടെയും കൂടി ഇവിടെ അല്ലേ കുറച്ച് മണ്ണിട്ടിട്ട് ലെവലാക്കി കഴിഞ്ഞ് വെച്ചാൽ ഒന്നും കൂടി വൃത്തിയായി. ഇതവിടത്തേക്ക് പൊളിഞ്ഞു വന്നു കേട്ടോ. ഇതവിടെയൊക്കെ കണ്ടോ. ഇവിടേക്ക് ഇനി ഇവിടെയൊക്കെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ചേട്ടാ. ഇതാ ഇവിടെയൊക്കെ പൊളിഞ്ഞു വന്നിക്കണു. അപ്പോൾ ഇത്രയാക്കി ഞങ്ങളേ എന്താ അച്ചൂന് തൊണ്ടവേദനയായിട്ട് ഗിളുകിള് ഗിളുകിള് പറഞ്ഞിട്ട് കുലുക്കിട് കണ്ടോ. അച്ചൂൻ്റെ സൗണ്ടൊക്കെ പോയിട്ടാ. അച്ചൂൻ്റെ സൗണ്ടൊക്കെ പോയി. ഇനി അപ്പുറം വൃത്തിയാക്കാണ്ടേ. അതിനി പോയി കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പുറം. ആ വൃത്തിയാക്കണതിന് മുമ്പ് തന്നെ ഇവിടെ വൃത്തിയാക്കണം. എന്നാലാണ് അപ്പുറം വൃത്തിയാക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഇത് ഉള്ള സമയത്ത് കരി പിടിച്ചിട്ട് വൃത്തിയില്ല എന്നൊക്കെ തോന്നും. ഇതങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ കാണാം. ഇതാണ്ടോ അയച്ചപ്പോൾ പുകയൊക്കെ ഇങ്ങോട്ടാ പോകണം. മറ്റേത് ഫുള്ള് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളും ഈ വൃത്തിയാക്കൽ തന്നെ ആയിരിക്കുമല്ലേ. എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ സമയം എടുക്കും. ഇതൊന്ന് പരിപാടി കഴിയുമ്പോഴേക്കിനി എന്താ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ നാളത്തെ കൂടി ഉണ്ടാവും ഒന്ന് വൃത്തിയാക്കാൻ. കഴിഞ്ഞ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ചേട്ടന് തോന്നുക പിന്നത്തെ വൃത്തിയാക്കൽ വേറെ ലെവല് വൃത്തിയാക്കല. വരും. എവിടേക്ക് പോണ്? എന്താ എന്ത് ഇവിടെ നിന്നതാ കണ്ടോ. ഇത് ഫുള്ളും വിറകാല ഒക്കെ ഉണ്ട്. അതും കൂടി ഉള്ളു. എന്നാ പിന്നെ വൃത്തിയാക്കല് കഴിഞ്ഞു. നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ മുറ്റമൊക്കെ രാവിലെ അടിച്ചു കോരിയിട്ട് തുടച്ച് വന്ന് ഇവിടെ തുടങ്ങി. ഇനി നമുക്ക് 28-ന് പോകണം. മുളക് വറുത്തുപുളിയും കൂർക്കപ്പേരി. 28-ന് കുട്ടി വരണ. 28-ന് വരണോ? നിങ്ങളുടെ കുട്ടിയല്ല, അതിൻ്റെ കുട്ടിയാ. എൻ്റെ കുട്ടിയാ. ആരുടെ കുട്ടിയാണ്? എൻ്റെ കയ്യിലൊക്കെ ചളിയട മോന്ന. അപ്പോഴേ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ചാത്തപ്പനെ തുറന്നു വിട്ടിട്ടില്ല കണ്ടോ ഈ കിടക്കണത് അവൻ. അപ്പം നാളെ കാണാം. നാളെ കാണാൻ പറ പപ്പു. നാളെ കാണാം. ഞാൻ തൊടുന്നില്ല, എൻ്റെ കയ്യിൽ മൊത്തം ചളി.